നമസ്കാരം. ഇറാന്റെ അധികാരം എത്രയും വേഗം കൈമാറണമെന്ന ആവശ്യവുമായി മുൻ ഇറാൻ ഷായുടെ മകൻ റിസ പഹ്ലവി. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെടുമെന്നും പിൻഗാമിയായി വരുന്ന ആർക്കും നിയമസാധ്യത ഉണ്ടായിരിക്കില്ലെന്ന് പഹ്ലവി എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു. ഖമേനിയുടെ മകൻ മൊജ്തബയായാലും ഹസൻ ഖമേനി ആയാലും അവർക്ക് ജനപിന്തുണയുണ്ടാകില്ലെന്നും ഭരണകൂടത്തിന്റെ ക്രൂരതകളിൽ പങ്കാളികളായ ഇവർക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും പഹ്ലവി വ്യക്തമാക്കി. നിലവിലെ ഭരണകൂടം അധികാരമൊഴിയണം. കൈകളിൽ രക്തക്കറ പുരളാത്ത നിലവിലെ ഉദ്യോഗസ്ഥരും മുൻ ഉദ്യോഗസ്ഥരും ജനഹിതം മാനിച്ച് അടിയന്തരമായി അധികാരം കൈമാറണം. അക്രമരഹിതമായ അധികാരം ജനങ്ങൾക്ക് വിട്ടു നൽകി ലയൺ ആൻഡ് സൺ വിപ്ലവത്തിനൊപ്പം ചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്ലാമിക റിപ്പബ്ലിക്കിന് പകരമായി ഇറാൻ പ്രോസ്പെരിറ്റി പ്രോജക്ട് മുന്നോട്ട് വെക്കുന്ന പരിവർത്തന സംവിധാനമാണ് ഏക പോംവഴി. ജനാധിപത്യപരമായ ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ ഈ സംവിധാനം രാജ്യത്തെ നയിക്കും. ഇറാൻ ഭരണകൂടത്തെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകണം. ഇറാനിലെ ജനതയുടെ യഥാർത്ഥ പ്രതിനിധികളായി പരിവർത്തന സംവിധാനത്തെ അംഗീകരിക്കണമെന്നും പഹ്ലവി അഭ്യർത്ഥിച്ചു. വിജയം അരികിലെത്തിക്കഴിഞ്ഞു. ഇറാൻ ഉടൻ സ്വതന്ത്രമാകും. പ്രയാസകരമായ ഈ ഘട്ടത്തിൽ തങ്ങൾക്കൊപ്പം നിന്നവരെ ഇറാനിലെ ജനത എന്നും ഓർമ്മിക്കുമെന്നും റിസ പഹ്ലവി വ്യക്തമാക്കി. ഇറാനെതിരെ യുഎസും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കുമെന്നും റിസ പഹ്ലവി തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇറാനിലെ നിലവിലെ രാഷ്ട്രീയ അനിശ്ചിതങ്ങൾക്കിടെ പഹ്ലവിയുടെ പ്രസ്താവന വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അക്രമരഹിതമായി ഉടൻ ഭരണം കൈമാറണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റിസ പഹ്ലവി ഷായുടെ മകനാണ് റിസ പഹ്ലവി. നിലവിൽ യുഎസിൽ പ്രവാസ ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇറാനിലെ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ പ്രധാന മുഖമാണ്. ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ട്രംപിന് നന്ദി പറഞ്ഞും റിസ പഹ്ലവി രംഗത്തെത്തിയിരുന്നു. ഖമേനിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമേനി എത്തുമെന്ന സൂചനകളുണ്ട്. ഇതിനിടയിലാണ് റിസയുടെ പോസ്റ്റ്. നിലവിലെ ഭരണകൂടം തകർന്നാൽ രാജ്യം അരാജകത്തിലേക്ക് പോകാതിരിക്കാൻ പരിവർത്തന ഘട്ടം വേണമെന്നാണ് റിസയുടെ ആവശ്യം. എന്നാൽ ഒരു കുടുംബവാഴ്ചയിലേക്ക് രാജ്യം വീണ്ടും പോകുന്നത് ഇറാനിലെ പല വിഭാഗങ്ങളും എതിർക്കുന്നുണ്ട്. ഇറാൻ ഭരണഘടനയനുസരിച്ച് അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സ് ആണ് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. 88 മതപണ്ഡിതന്മാർ അടങ്ങുന്ന സമിതി രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് നേതാവിനെ തിരഞ്ഞെടുക്കുക. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആരെ പിന്തുണയ്ക്കുന്നുവെന്നത് നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാകും. രാജ്യത്തിനകത്ത് പ്രതിഷേധങ്ങൾ ശക്തമായാൽ താരതമ്യേന മിതമായ നിലപാടുള്ള ഒരാളെ നേതാവാക്കാൻ ഭരണകൂടം നിർബന്ധിതരായേക്കും. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിൽ അംഗം എന്നിവരടങ്ങുന്ന ഭരണസമിതിക്കാണ് ഭരണ ചുമതല. അതേസമയം അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ താനും ഇടപെടുമെന്ന സൂചനയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. ആക്സിയസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കയുടെ ഇടപെടലില്ലാതെ ഒരു പിൻഗാമിയെ നിയമിക്കാൻ ശ്രമിക്കുന്നത് ഇറാൻ സമയം കളയുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിയെയാണ് ഏറ്റവും സാധ്യതയുള്ള പിൻഗാമിയായി പരക്കെ കാണുന്നതെന്ന് അദ്ദേഹം സമ്മതിച്ചെങ്കിലും ആ ഫലം താൻ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഖമേനിയുടെ മകൻ ഒരു നിസ്സാരനാണെന്നും ട്രംപ് പറഞ്ഞു. ആ നിയമനത്തിൽ എനിക്ക് പങ്കുണ്ടാകണം. മുൻ നേതൃത്വത്തിന്റെ നയങ്ങൾ തുടരുന്ന ഏതൊരു പുതിയ ഇറാനിയൻ നേതാവിനെയും താൻ നിരസിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അങ്ങനെ ചെയ്യുന്നത് 5 വർഷത്തിനുള്ളിൽ അമേരിക്കയുമായി വീണ്ടും സംഘർഷമുണ്ടാകാൻ കാരണമാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഖമേനിയുടെ മകൻ എനിക്ക് സ്വീകാര്യമല്ല. ഇറാനിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരുന്ന ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധകാഹളം മുഴങ്ങുന്നത് മനുഷ്യന്റെ ആജ്ഞാനുസരണമല്ല, മറിച്ച് ആധുനിക കൃത്രിമ ബുദ്ധി ടൂളുകളുടെ കണക്കൂട്ടലുകൾക്കൊപ്പമാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച യുഎസ് ഇസ്രായേൽ വ്യോമാക്രമണം പുതിയൊരു യുദ്ധയുഗത്തിന്റെ വിളംബരമായും മാറിയിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുന്നത് മുതൽ ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വരെ AI നേരിട്ട് നിയന്ത്രിക്കുന്ന ഈ സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടന്നതോടെ ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്നത് യന്ത്രങ്ങൾ നയിക്കുന്ന മരണക്കളത്തെ തന്നെയാണ്.